ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ സ്നേഹം വികസിപ്പിക്കും, ഞങ്ങൾ അത് പരിശീലിക്കും, ഞങ്ങൾ അതിനെ ഒരു വഴിയും അടിസ്ഥാനവുമാക്കും. ബുദ്ധൻ. സ്നേഹം വികസിപ്പിക്കും, അത് പരിശീലിക്കും, ഒരു വഴിയായും അടിസ്ഥാനമായും നമ്മൾ അത് ഉണ്ടാക്കും. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഇത് നമ്മെ ചുറ്റുമുള്ള ലോകവുമായി ബന്ധിപ്പിക്കുകയും സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യുന്നു. സ്നേഹം വികസിപ്പിക്കുന്നത് എളുപ്പമല്ല, പക്ഷേ അത് മൂല്യവത്താണ്. നമ്മൾ സ്വയം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സമ്പൂർണവും അർത്ഥവത്താവുകയും ചെയ്യുന്നു. സ്നേഹം പരിശീലിക്കുന്നത് പ്രധാനമാണ്. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം. സ്നേഹം ഒരു ജീവിത രീതിയും അടിസ്ഥാനവുമാക്കാം. നമ്മുടെ എല്ലാ ഇടപാടുകളിലും സ്നേഹം മുൻനിർത്തി പ്രവർത്തിക്കാൻ ശ്രമിക്കണം. മലയാളത്തിൽ ചില പ്രചോദന സൂചകങ്ങൾ. സ്നേഹം സൗജന്യമാണ്. നിങ്ങൾ അത് നൽകുമ്പോൾ കൂടുതൽ ലഭിക്കുന്നു. സ്നേഹം ക്ഷമയാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പഠിക്കണം. സ്നേഹം ദയയാണ്. ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കണം. സ്നേഹം വിശ്വാസമാണ്. മറ്റുള്ളവരെ വിശ്വസിക്കുകയും അവർ നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുക. സ്നേഹം പ്രതീക്ഷയാണ്. നല്ലതിനു വേണ്ടി പ്രതീക്ഷിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക. സ്നേഹം നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. അതിനാൽ സ്നേഹം വികസിപ്പിക്കാനും പരിശീലിക്കാനും ഒരു വഴിയായും അടിസ്ഥാനമായും അത് ഉണ്ടാക്കാനും ശ്രമിക്കുക. സ്നേഹത്തെ വഴിയായും അടിസ്ഥാനമായും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇത് ഒരു യാത്രയുടെ തുടക്കമാണ്. നിങ്ങൾ ആ യാത്രയിൽ ഓരോ പടികയും കയറുമ്പോൾ കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കും. സ്വയം സ്നേഹിക്കുക എന്ന ചുവടുവെപ്പ്. യാത്ര ആരംഭിക്കുന്നത് സ്വയം സ്നേഹിക്കുന്നതിലൂടെയാണ്. നിങ്ങളുടെ കുറവുകളും പരിമിതികളും ഉൾപ്പെടെ നിങ്ങളെ തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. സ്വയം സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും നിങ്ങളുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും കഴിയും. മറ്റുള്ളവരെ കരുതലോടെ കാണുക. സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവരെയും കരുതലോടെ കാണാനും അവരെ മനസ്സിലാക്കാനും കഴിയും. അവരുടെ വേദനകളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ തയ്യാറാകുകയും അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കരുതലും ദയയും പ്രകടിപ്പിക്കുന്നതിലൂടെ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാൻ കഴിയും. ക്ഷമയും ധാരണയും വളർത്തുക. സ്നേഹത്തിന്റെ യാത്രയിൽ തിരിച്ചടികളും വെല്ലുവിളികളും ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും നിങ്ങളിൽ നിന്നും തെറ്റുകൾ സംഭവിക്കും. ക്ഷമയും ധാരണയും വളർത്തിയെടുക്കുന്നത് പ്രധാനമാണ്. പൊറുക്കാനും മുന്നോട്ടു പോകാനും പഠിക്കുക. ജീവിതത്തിലെ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാൻ ഇത് നിങ്ങളെ സഹായിക്കും. പ്രതീക്ഷയുടെയും നന്ദിയുടെയും വിത്ത് നടുക. സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ നല്ലതിനു വേണ്ടി പ്രതീക്ഷിക്കാനും നിങ്ങൾക്കും ലോകത്തിനും ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാനും കഴിയും. ഈ പ്രതീക്ഷയും നന്ദിയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും പോസിറ്റിവിറ്റിയും കൊണ്ടുവരും. സ്നേഹത്തിന്റെ യാത്രയിൽ ഓരോ പടികയുമാണ് നിങ്ങളെ ശക്തരാക്കുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും സ്നേഹം വികസിപ്പിക്കാനും പരിശീലിക്കാനും തുടങ്ങുക. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റും. കേരളത്തിന്റെ തീരത്ത് ഗോകുലം ഗ്രാമത്തിൽ അമ്മൂമ്മയുടെ കഥകൾ കേട്ടുവളർന്ന രാജി എന്ന പെൺകുട്ടിയുണ്ടായിരുന്നു. പാടശേഖരത്തിലെ ഒറ്റപ്പെട്ട കുട്ടിയായ അവൾ പുസ്തകങ്ങളിൽ അഭയം തേടി. ഒരു ദിവസം സ്നേഹം വളർത്തും, അത് പരിശീലിക്കും, ഒരു വഴിയായും അടിസ്ഥാനമായും അത് ഉണ്ടാക്കും എന്ന വാചകം കണ്ടുമുട്ടി. രാജിയുടെ ജീവിതം മാറ്റിമറിക്കുന്ന മന്ത്രം. അവൾ സ്വയം സ്നേഹിക്കാൻ പഠിച്ചു. കണ്ണാടിയിൽ നോക്കി ഞാൻ രാജി, ഞാൻ ശക്തയാണ്, ഞാൻ പ്രിയപ്പെട്ടവളാണ് എന്ന് ഉരുവിട്ടു. പൂക്കൾ നട്ടുപരിപാലിച്ചും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചും സ്നേഹം വളർത്തി. ചുറ്റുമുള്ളവരെ കരുതലോടെ നോക്കാൻ തുടങ്ങി. ഒരു വൈകുന്നേരം കടലോരത്ത് മുഖം പൊത്തിയിരിക്കുന്ന കുട്ടിയെ കണ്ടു. രോഗിയായ അമ്മയെ ചികിത്സിക്കാൻ പണമില്ലാത്ത സങ്കടമായിരുന്നു അവൻ. രാജി തന്റെ പലചരക്കുകൾ വിൽക്കുകയും കുട്ടിയുടെ അമ്മയെ ചികിത്സിക്കാൻ സഹായിക്കുകയും ചെയ്തു. സ്നേഹം പരിശീലനമായി. ഗ്രാമത്തിലെ മുതിർന്നവർ തമ്മിലുണ്ടായിരുന്ന വഴക്കുകൾ പരിഹരിക്കാൻ മധ്യസ്ഥയായി. ദേഷ്യത്തോടെ മുഷ്ടിച്ചുരുട്ടി നിന്ന മുതിർന്നവരോട് സ്നേഹത്തോടെ സംസാരിച്ചു. മനസ്സിലാക്കലാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കി അവരെ കേൾക്കാനും സഹായിക്കാനും ശ്രമിച്ചു. കഠിനാധ്വാനത്തിലൂടെ പഠിച്ച രാജി ഡോക്ടറായി. ദാരിദ്ര്യം ബാധിച്ച ഗ്രാമത്തിൽ സൗജന്യ ചികിത്സ നൽകി. രോഗികളോട് കാണിച്ച സ്നേഹവും കരുതലും അവരെ വേഗത്തിൽ സുഖപ്പെടുത്തി. നാടൊട്ടാകെ രാജിയുടെ കഥ പരന്നു.
സ്നേഹം വഴിയും അടിസ്ഥാനവുമാക്കി ജീവിക്കുന്നവർ ഏറെയായി. വഴക്കുകളും പകയും മറഞ്ഞു. കരുതലും സഹകരണവും വളർന്നു. കേരളത്തിന്റെ ഗ്രാമങ്ങൾ സ്നേഹത്തിന്റെ പൂക്കൾ വിരിഞ്ഞു. രാജിയുടെ കഥ ഒരു പ്രചോദനമാണ്. നമ്മുടെ ചുറ്റുപാടും സ്നേഹം വളർത്താം. സ്നേഹത്തോടെ പെരുമാറാം. അത് നമ്മളെയും ചുറ്റുമുള്ളവരെയും സന്തോഷവും സമാധാനവും നൽകും. സ്നേഹം നമ്മുടെ വഴിയും ജീവിതത്തിന്റെ അടിസ്ഥാനവുമാകുമ്പോൾ കേരളത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ മുഖം മാറും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.